നമസ്കാരം. ഏതാണ്ട് ഒരേ സമയം അതീവ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെട്ടുപോയ രണ്ട് രാജ്യങ്ങളാണ് പാകിസ്ഥാനും ശ്രീലങ്കയും. ഇത് രണ്ടും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായി വലിയ ബന്ധമില്ലാത്ത ഒരു നല്ല നയതന്ത്ര ബന്ധമില്ലാത്ത രാജ്യമാണ്. ഒരു ശത്രു രാജ്യം എന്ന ഒരു സ്റ്റാറ്റസിലാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനും. പക്ഷേ ശ്രീലങ്ക അങ്ങനെയല്ല. ശ്രീലങ്ക ഇന്ത്യയുമായി മികച്ച ബന്ധം പുലർത്തുന്ന ഒരു രാജ്യമാണ്. ഏറ്റക്കുറച്ചിലുകൾ നയതന്ത്ര ബന്ധത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ശ്രീലങ്കയെ പിണക്കാതിരിക്കുക എന്ന ഒരു നയം സ്വീകരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. കാരണം ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രീലങ്കയിലേക്ക് കടന്നു കയറാനും ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായ രീതിയിൽ അവിടെ നിന്ന് ചില ഓപ്പറേഷനുകൾ നടത്താനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രീലങ്കയെ എന്തു വില കൊടുത്തും ഒപ്പം നിർത്തുക എന്ന ഒരു നയമാണ് ഇന്ത്യ കാലാകാലങ്ങളായി സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. ഇപ്പോഴും അത് വളരെ വിജയകരമായി തുടരുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ചൈന അതിനകത്തേക്ക് കടന്നു കയറാൻ ഈ തുറമുഖങ്ങളുടെ നടത്തിപ്പവകാശവും ഒക്കെ കൈപ്പറ്റിക്കൊണ്ട് അവിടേക്ക് നുഴഞ്ഞു കയറാനുള്ള പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ഇന്ത്യ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ സാമ്പത്തിക പ്രതിസന്ധിയിൽ അകപ്പെട്ടപ്പോൾ ശ്രീലങ്കയെ അകമഴിഞ്ഞ് സഹായിച്ച ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ ശ്രീലങ്ക എന്ന രാജ്യത്തെ കടക്കണിയിലാക്കിയതാകട്ടെ ചൈനയാണ്. പക്ഷേ പ്രതിസന്ധിയിലായപ്പോൾ അവർക്ക് അവരുടെ പണം തിരിച്ചു വേണം എന്നൊരാവശ്യം ഉന്നയിക്കുകയായിരുന്നു. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല. ഇന്ത്യ ശ്രീലങ്കയ്ക്ക് വളരെ കൈയയച്ചുള്ള സഹായം നൽകിയെന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര ഏജൻസികളുടെ സഹായം ഉറപ്പുവരുത്താൻ ഇന്ത്യ ശ്രമിക്കുകയും ചെയ്തു. പാകിസ്ഥാനും സമാനമായ സാഹചര്യത്തിൽ അവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നു. അതായത് പാകിസ്ഥാൻ എന്നും ആശ്രയിച്ചിരുന്നത് അമേരിക്കയുടെ പണത്തെയായിരുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്ന ശേഷം ആ പണം ലഭിക്കാതെയായി എന്ന് മാത്രമല്ല, നരേന്ദ്രമോദി അധികാരത്തിലെത്തിയപ്പോൾ പാകിസ്ഥാനെതിരെ ഒരു വലിയ നീക്കം ആഗോള നയതന്ത്ര തലത്തിൽ തന്നെ നടത്തുകയും കള്ളപ്പണത്തിനെതിരെ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര ഏജൻസിയായ FATF-ന്റെ ഗ്രേ ലിസ്റ്റിൽ ഭീകരവാദ ഫണ്ടിങ്ങിൻ്റെ പേരിൽ പാകിസ്ഥാനെ പെടുത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന് വിദേശ സഹായങ്ങളൊന്നും ലഭിച്ചില്ല. ഇതിൻ്റെ ഭാഗമായി പാകിസ്ഥാൻ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോയി. വിദേശ നാണയ ശേഖരം കുത്തനെ ഇടിഞ്ഞു എന്ന് മാത്രമല്ല, വലിയ രീതിയിൽ വിലക്കയറ്റവും ഊർജ്ജ പ്രതിസന്ധിയും ഒക്കെ പാകിസ്ഥാനെ ബാധിച്ചു. ആ ഘട്ടത്തിൽ വലിയൊരു പ്രളയം പാകിസ്ഥാനെ ബാധിച്ചു. അതിനുശേഷം പാകിസ്ഥാൻ സാമ്പത്തികമായി തകർന്നടിയുന്നു. പക്ഷേ ഈ തകർച്ചയിൽ നിന്നും ഇന്നും പാകിസ്ഥാൻ കരകയറിയിട്ടില്ല എന്ന് മാത്രമല്ല, പാകിസ്ഥാൻ പുതിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ രണ്ട് രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടായി. പ്രസിഡന്റിൻ്റെ കൊട്ടാരത്തിലേക്ക് ശ്രീലങ്കൻ ജനത ഇരച്ചു കയറുന്നതും അവിടെ കയറി കണ്ണിൽ കണ്ടതെല്ലാം എടുത്തുകൊണ്ട് പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അത്തരമൊരു വളരെ തരം താഴ്ന്ന ഒരു സാഹചര്യത്തിൽ നിന്നും ഒരു മികച്ച ഒരു രാഷ്ട്രീയ സ്ഥിരതയിലേക്ക് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ സ്ഥിരതയിലേക്ക് രാജ്യം കടന്നു പോകുന്നതാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇന്നലെ ശ്രീലങ്കൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നു. 225 അംഗ പാർലമെൻറ്റിൽ 160 സീറ്റുകളും നേടിക്കൊണ്ട് JVP എന്ന അവിടുത്തെ ഒരു ദേശീയ പാർട്ടി, അവിടെ വളരെ ചെറിയൊരു പാർട്ടിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളൊക്കെ സ്വീകരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടി എന്നാണ് പറയുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നുമല്ല, ശ്രീലങ്കയുടെ താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് JVP. ആ JVPയുടെ നേതാവ് അനുരാ കുമാര ദിശനായകയാണ്. അല്ലെങ്കിൽ ആ ദിശനായകയുടെ പാർട്ടിയാണ് പാർലമെൻറ്റിൽ 160 സീറ്റുകളും തൂത്തുവാരിയത്. 3/2 ഭൂരിപക്ഷത്തോടുകൂടി ശ്രീലങ്കയിൽ സ്ഥിരതയുള്ള ഒരു സർക്കാർ വന്നിരിക്കുന്നു. മാത്രമല്ല, അവിടെ ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പാണ്, സെപ്റ്റംബറിലാണ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും ഈ പറയുന്ന അനുരാ കുമാര ദിശനായകെ 42% വോട്ടുകൾ നേടി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ JVP എന്ന പാർട്ടി ആദ്യഘട്ടങ്ങളിലൊക്കെ ഇന്ത്യ വിരുദ്ധത പറഞ്ഞിരുന്ന, ഇന്ത്യ വിരുദ്ധത നയമാക്കിയിരുന്ന ഒരു പാർട്ടിയായിരുന്നു. പക്ഷേ ഇന്ത്യയോട് കൂടുതൽ അടക്കുകയും ഇന്ത്യയുമായി സഹകരിച്ചു പോവുക എന്ന രാഷ്ട്രീയ നയമൊക്കെ പിൽക്കാലത്ത് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. ഈ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ദിശനായകെ ഇന്ത്യയിൽ വന്നാണ് ചർച്ചകൾ നടത്തിയത്. ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി, ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി ചർച്ച നടത്തി. ഇതിനുശേഷം പല ചർച്ചകൾ ഇന്ത്യയിൽ നടന്നു. അതിനുശേഷമാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്നത്. അങ്ങനെ 42% വോട്ട് നേടി പ്രസിഡന്റായെങ്കിലും പാർലമെൻറ്റിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം പ്രസിഡന്റ് ആയപ്പോഴും പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ മുന്നണിക്ക് ഉണ്ടായിരുന്നത് ആകെ 3 സീറ്റുകൾ മാത്രമാണ്. NPP എന്നൊരു മുന്നണിയാണ് JVPയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് അദ്ദേഹം പാർലമെൻറ്റ് പിരിച്ചുവിടുന്നതും തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നതും. എന്നാൽ ഈ പ്രവർത്തനത്തിന് എല്ലാവിധ പിന്തുണയും ശ്രീലങ്കൻ ജനത നൽകി. അദ്ദേഹം
തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് അപേക്ഷിച്ചത് എനിക്ക് ശ്രീലങ്കയുടെ നിയമവ്യവസ്ഥയെ ഒന്നാകെ മാറ്റി എഴുതേണ്ടതുണ്ട്, രാജ്യത്തെ കടക്കണിയിൽ നിന്നും തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് തനിക്ക് 2/3 ഭൂരിപക്ഷം നൽകുക. അത് അക്ഷരാർത്ഥത്തിൽ ജനങ്ങൾ ദിശനായികയ്ക്ക് നൽകുകയും ഒരു വലിയ രാഷ്ട്രീയ സ്ഥിരതയുള്ള ഒരു ജനസമൂഹമായി, രാഷ്ട്രീയ ഐക്യമുള്ള ഒരു ജനസമൂഹമായി അത് മാറുകയും ചെയ്തു. 145 സീറ്റുകൾ കഴിഞ്ഞ പാർലമെൻറ്റിൽ ഉണ്ടായിരുന്ന പാർട്ടിക്ക് വെറും 2 സീറ്റുകൾ മാത്രമാണ് ജനങ്ങൾ കൊടുത്തത്. മാത്രമല്ല, ഈ തമിഴ് സിംഹളീസ് പോരാട്ടങ്ങൾക്ക് പേരുകേട്ട ശ്രീലങ്കയിൽ ചരിത്രത്തിലാദ്യമായി തമിഴ് ഭൂരിപക്ഷ മേഖലകളിൽ നിന്നൊക്കെ സീറ്റ് JVPക്ക് ലഭിക്കുകയും ചെയ്തു. അതായത് ഒരു ബുദ്ധിസ്റ്റ് സിംഹളീസ് പാർട്ടിക്ക് ലഭിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ള ഒരു ചരിത്ര നേട്ടവും അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മറുഭാഗത്ത് പാകിസ്ഥാനെ നോക്കൂ. പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അതിനെ തുടർന്ന് രാഷ്ട്രീയ പ്രതിസന്ധി ഉണ്ടാകുന്നു. ആ രാഷ്ട്രീയ പ്രതിസന്ധിയെ മറികടക്കാനും സാമ്പത്തിക സ്ഥിരതയിലേക്ക് പോകാനും അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് നടന്നുവെങ്കിലും ആ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോഴും എല്ലാവരും വിശ്വസിക്കുന്നത്. കാരണം അവിടെ പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിക്കായിരുന്നു വലിയ ജനപിന്തുണ. പക്ഷേ ആ ജനപിന്തുണയെ അവിടുത്തെ സൈന്യം അട്ടിമറിക്കുകയായിരുന്നു. 3 തരത്തിലാണ് അവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടത്. ഒന്നാമത്തേത് ഈ തെരഞ്ഞെടുപ്പിന് മുന്നേയുള്ള ഒരുക്കങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഇമ്രാൻഖാനെ ജയിലിൽ അടയ്ക്കുന്നു, പലതരത്തിലുള്ള കേസുകൾ അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുന്നു, അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിക്കുന്നതിൽ നിന്നും വിലക്കുന്നു, അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് ചിഹ്നമില്ലാതാകുന്നു. തെരഞ്ഞെടുപ്പ് ചിഹ്നമില്ലാതായതോടുകൂടി ഇമ്രാൻഖാൻ്റെ പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാർക്കൊക്കെ സ്വതന്ത്രരായി മത്സരിക്കേണ്ടി വന്നു. 40% നിരക്ഷരരുള്ള പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് ചിഹ്നം വളരെയധികം പ്രസക്തമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് ചിഹ്നം ഇല്ലാതെ ഏതെങ്കിലുമൊക്കെ ചിഹ്നത്തിൽ ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് മത്സരിക്കേണ്ടതായി വന്നു. അത് ഒന്നാമത്തെ ഓപ്പറേഷനാണ്. രണ്ടാമത്തെ ഓപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ദിനം തന്നെ ഇൻ്റർനെറ്റും ഫോൺ കണക്ടിവിറ്റിയും ഒക്കെ കട്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ തെരഞ്ഞെടുപ്പിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ, ബൂത്ത് പിടുത്തമൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ സൈന്യം നേതൃത്വം നൽകുന്നു. ആ തെരഞ്ഞെടുപ്പിൽ പാകിസ്ഥാനിൽ വെറും 48% ആളുകൾ മാത്രമാണ് വോട്ട് ചെയ്തത്. 3ാം ഘട്ട അട്ടിമറി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിനാണ്. അതിനെക്കുറിച്ച് ധാരാളം പരാതികളുണ്ട്. അതായത് വോട്ടെണ്ണൽ പോലും അത്ര സുതാര്യമായിരുന്നില്ല, പല ഇടപെടലുകളും നടന്നു. ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട ഭൂരിപക്ഷം അല്ലെങ്കിൽ ആദ്യം വിജയിച്ച സ്ഥാനാർത്ഥിയെ പിന്നീട് തോറ്റതായി പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ വലിയ കോലാഹലങ്ങൾക്ക് ശേഷം തെരഞ്ഞെടുപ്പ് വന്നിട്ടും ഇത്രയധികം ഇടപെടലുകൾ നടത്തിയിട്ടും ഇമ്രാൻഖാൻ്റെ പാർട്ടി തന്നെയാണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയത്. ആർക്കും ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിലും ഇമ്രാൻഖാൻ്റെ പാർട്ടിക്ക് 93 സീറ്റുകൾ കിട്ടുന്നു. അവിടെ അഴിമതി കേസിൽ പെട്ട് നാട് കടത്തപ്പെട്ട് പുറത്ത് കഴിയുകയായിരുന്ന നവാസ് ഷെരീഫിനെ തിരികെ കൊണ്ടുവന്നിട്ടാണ് പട്ടാള ഭരണകൂടത്തിൻ്റെ പിന്തുണയോടുകൂടി പാകിസ്ഥാൻ മുസ്ലിം ലീഗ് അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ആ മുസ്ലിം ലീഗിന് 75 സീറ്റുകൾ മാത്രമേ കിട്ടിയുള്ളൂ. ഭൂട്ടോയുടെ പാർട്ടിക്കാകട്ടെ 54 സീറ്റുകൾ. പക്ഷേ ഇമ്രാൻഖാൻ്റെ പാർട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റ് പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് ഒരു മുന്നണി ഉണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഭരിക്കുന്നത്. ഇതാണ് ഇപ്പോഴും ഒരു വലിയ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പോയിട്ട് പോലും പാകിസ്ഥാനിൽ ഒരു സ്ഥിരതയാർന്ന സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും മറികടക്കുന്നതിനെക്കുറിച്ച് ഇപ്പോഴും പാകിസ്ഥാന് യാതൊരു ധാരണയുമില്ല. ഇതാണ് 2 രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. പാകിസ്ഥാനാകട്ടെ അന്ധമായി തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നു, ജനാധിപത്യ പ്രക്രിയ അട്ടിമറിക്കുന്നു. അവിടെ ഇപ്പോഴും പ്രതിസന്ധി തുടരുന്നു. പക്ഷേ മറുഭാഗത്ത് ജനാധിപത്യത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരാൾ ജനങ്ങളിലേക്ക് ഇറങ്ങുന്നു. അയാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഒരു സ്ഥിരതയാർന്ന സർക്കാർ ആയി ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. തീർച്ചയായും പാകിസ്ഥാന് മുന്നേ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ ശ്രീലങ്ക പരിഹരിക്കും എന്നുറപ്പാണ്. ഇന്ത്യക്കൊപ്പം നിന്നുകൊണ്ടാണ് പുതിയ സർക്കാരും ശ്രീലങ്കയിൽ മുന്നോട്ട് പോകുന്നത് എന്നതിൻ്റെ സൂചനകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന് മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.